ആപ്പിൾ കാർഡ് ഫോണ്ടുകളും MLU ഫോണ്ടുകളെ കുറിച്ചുള്ള പാക്കുകളായിട്ട് ഫോണ്ടിനെ കുറിച്ചുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോണ്ടുകളാണ് സ്ക്രൈബ് ഫോണ്ടുകൾ. അപ്പോൾ ആ സ്ക്രൈബ് ഫോണ്ടുകളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ സ്ക്രൈബ് ഫോണ്ടുകളുടെ കളക്ഷൻ എൻ്റെ കയ്യിലുള്ളത്. ഞാനിവിടെ അതിന് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുക്കണം. ഞാനിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണ്ടുകളെല്ലാം ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണ്ടുകളെല്ലാം ഇതിനകത്ത് ഏകദേശം ഒരു 140ഓളം ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഫോണ്ടുകളെയും കൂടി ഒന്നിച്ച് സെലക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫോണ്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഏറ്റവും താഴത്തെ ഫോണ്ട് അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മൊത്തത്തിൽ സെലക്ഷൻ കിട്ടും. സെലക്ഷൻ കിട്ടിയതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത്തരം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ആയി വരാൻ ഏകദേശം ഒരു 10-15 സെക്കൻഡ് മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഒരാളിന് ഇതിൽ നിന്നും ഒരുപാട് വെറൈറ്റി ഫോണ്ടുകൾ എടുക്കാൻ കഴിയും. നമ്മുടെ ML ടൈപ്പ് ഫോണ്ടുകളോ അല്ലെങ്കിൽ ആപ്പിൾ കാർഡ് ഫോണ്ടുകളോ പോലെ അല്ലാത്ത കുറച്ചധികം വ്യത്യസ്തങ്ങളായ ഫോണ്ടുകൾ ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആ ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആപ്പിൾ കാർഡ് ഫോണ്ടുകൾ പോലെയോ അല്ലെങ്കിൽ ML ഫോണ്ടുകളോ പോലെ തന്നെ സ്ക്രൈബ് ഫോണ്ടുകളും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ തന്നെയാണ്. പക്ഷേ മറ്റുള്ള ഫോണ്ടുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഫോണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഏതൊക്കെ ടൈപ്പ് ഫോണ്ടുകളുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് കൺട്രോൾ കൊടുത്ത് സെലക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫോണ്ട് സ്ക്രൈബ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, സ്ക്രൈബിൽ ഏകദേശം 140ഓളം ഫോണ്ടുകളാണ് വരുന്നത്. അപ്പോൾ അതിലെല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകളുണ്ട്. നമുക്ക് ഓരോ ഫോണ്ടുകളും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ഫോണ്ടൊക്കെ എടുത്തിട്ടാണ് എൻ്റെ ഫോണ്ടുകളിൽ തന്നെ മാറ്റം വരുത്തിയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതിന് ഈ ഒരു ടൈപ്പ് ഫോണ്ടുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകളുണ്ട്. പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഫോണ്ടാണ് ഇതൊക്കെ വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഫോണ്ടുകൾ നമ്മൾ മറ്റതിൽ നിന്നൊക്കെ വ്യത്യാസം ML ഫോണ്ടുകളിൽ നിന്നും അല്ലെങ്കിൽ ആപ്പിൾ കാർഡ് MLU ഫോണ്ട് അങ്ങനെയുള്ള ഫോണ്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകളാണ് ഇതിലുള്ളതെല്ലാം. അപ്പോൾ ഈ ഫോണ്ട് പാക്കുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പാസ്വേഡ് ഈ വീഡിയോയിൽ തന്നെ 1-2 സ്ഥലങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. കൂടുതൽ ഫോണ്ടുകൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകളാണ് ഇതിലുള്ളതെല്ലാം. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.